അടിപൊളി, നല്ല രസമായിട്ടുണ്ട്. ആ ഹൗസ്ഫുള്ളാണ്, ഒരു തിരക്കിന് ഒരു കുറവുമില്ല. അടിപൊളി. കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത് മാത്രം. അങ്ങനെയാണ് ഒത്തിരി കാര്യങ്ങൾ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. IOFന്റെ കാര്യവും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യണമല്ലോ. അപ്പം ആ പൊളിറ്റിക്സ് കറക്റ്റായിട്ട് പറഞ്ഞത് ഒരു തെറ്റുമില്ല. അവിടെ കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ആ ഒരു ഡെപ്ത് ആ ഫീല് വരത്തുള്ളൂ സിനിമയിൽ. ഓ വെരി നൈസ്. അല്ലല്ല, ഇത് മലയാളത്തിൽ വേറെ ആർക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല, ആർക്കും ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. ഇത് അത്ര നല്ല ഫിലിം മേക്കിംഗ്, നല്ല സ്ക്രിപ്റ്റ്, നല്ല കണ്ടന്റ്, എവറിത്തിങ് ഇസ് ഗുഡ്. പെർഫെക്റ്റ് മൂവി. അങ്ങനെ വിഷമിക്കാനാണ് എല്ലാവർക്കും കുറെ വിഷമിക്കാനുള്ള കുറെ സിനിമകളിലുണ്ട്. മാർക്കൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? എന്തോരം കാര്യങ്ങളും അതിനകത്തുണ്ട്, അത്ര ഒന്നും ഇതിനകത്തില്ല. നല്ല സിനിമയാണ്. അറിയില്ല, എനിക്ക് കണ്ടിട്ട് അങ്ങനെ കുറവുകളൊന്നും തോന്നിയിട്ടില്ല. നന്നായിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമ. നല്ല സിനിമ. ഇങ്ങനൊരു മലയാള സിനിമ ഇത് ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പോൾ എല്ലാവരും കാണേണ്ടതല്ലേ. കുറെ വിമർശനങ്ങളും കട്ടിങ് എന്നൊക്കെ പറഞ്ഞു വരുന്നു. നമ്മുടെ നാട്ടിലൊന്നും നടക്കത്തില്ലല്ലോ. ശരിക്കും ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല, അതിന് മാത്രമൊന്നും ഇല്ല. ഇത് നല്ല സിനിമ, നല്ല സ്റ്റോറി. ശരി, താങ്ക് യു. നല്ല സിനിമയായിരുന്നു, അടിപൊളി. സൂപ്പർ, നല്ല പടം, അടിപൊളി കൊള്ളായിരുന്നു. നല്ല പടം നന്നായിരുന്നല്ലോ. അത് ഞാൻ ഈ വിമർശനമൊക്കെ കണ്ടിട്ട് ഈ വിമർശനം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതിനുള്ളൊരു സ്കോപ്പില്ല. ഇത് നല്ല ഒരു ക്ലാസിക് പടമാണ്. അത് മനസ്സിലാകാത്തതുകൊണ്ടുള്ള ഒരു വിമർശനമാണ്. ഇതെല്ലാവരും കാണുമെന്നാണ് എൻ്റെ അഭിപ്രായം. സമൂഹത്തിലുള്ള ഇന്നത്തെ നല്ല ഒരു റേഞ്ചിൽ കാര്യങ്ങൾ നടക്കുന്ന അതേപോലെ വിവരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കണം നമ്മൾ, അതിനെ ആ രീതിയിൽ കാണണം. നന്നായിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, പക്ഷേ ഫസ്റ്റ് പാട്ട് തന്നെയായിരുന്നു നല്ലത്. ലൂസിഫർ തന്നെയാണ്, അത് ത്രില്ലിംഗ് ആയിരുന്നു. അടിപൊളി, നല്ലൊരു സിനിമ. പൃഥ്വിരാജിന്റെ ഡയറക്ഷനും എല്ലാം നല്ലതായിരുന്നു. നല്ല സിനിമയാണ്. പൃഥ്വിരാജിൻ്റെ നല്ലൊരു ഡയറക്ഷനിലുള്ള പടമാണ്. ഇതിനെല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സംവിധായകൻ തന്നെയാണ് പൃഥ്വിരാജ്. അതുപോലെ നമ്മളുടെ നായിക മഞ്ജു വാര്യരാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പടമാണ്. എല്ലാവരും മലയാളികൾ കാണണമെന്ന് പറയുന്നത്. നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമാണ് ഈ പൃഥ്വിരാജ്. സർ നല്ലതായിട്ട് ഡയറക്ഷൻ എടുത്തിട്ടുണ്ട്. ചെയ്യേണ്ടതായ ഒന്നും തന്നെ നമുക്കിതിനകത്ത് നമ്മൾ ഇതിനെ ഫിലിം ആർട്ട് എന്ന രീതിയിലാണ് നമ്മളിതിനെ സമീപിച്ചത്. നമ്മൾ സാധാരണക്കാരായ ആൾക്കാരാണ്, നമുക്ക് വേറെ യാതൊരു വിവാദത്തിനൊന്നും താല്പര്യമില്ല. നമ്മൾ കലയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് നല്ലൊരു പടമാണ്, മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു പടമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. പൃഥ്വിരാജ് പിന്നെ നല്ല രീതിയിൽ വരാൻ പോകുന്നുള്ളൂ. ഇനി നല്ല നല്ല പടങ്ങൾ വരട്ടെ പൃഥ്വിരാജിൻ്റെ. ഓക്കെ, താങ്ക് യു. പൃഥ്വിരാജ് സാറിൻ്റെ ഡയറക്ഷൻ നല്ലതായിരുന്നു, അത് വളരെ നല്ലതായിരുന്നു. കുഴപ്പമില്ല, നല്ല ഫിലിമാണ്. ഈവനിങ്ങിലാണല്ലോ ഇറങ്ങുന്നത്, ഇപ്പം മോർണിംഗ് ഷോ കണ്ടത്. കുഴപ്പമില്ല, നല്ല ഫൈറ്റിംഗ് സീനൊക്കെ ഉണ്ട്, കൊള്ളാം. ഒരു പ്രത്യേക രീതിയിൽ എടുത്തിട്ടുണ്ട്, കൊള്ളാം. അതെ, എക്സ്പീരിയൻസ് എനിക്ക് ഫെൽറ്റ് ഗുഡ്, നല്ലതായിരുന്നു. പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ നല്ല വെൽ ക്രാഫ്റ്റഡ് മൂവിയാണ്. പിന്നെ സ്ക്രിപ്റ്റ് കുഴപ്പമില്ല, പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ നല്ലൊരു മൂവിയാണ്. നല്ല തിരക്കുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പോലെ നല്ല തിരക്കുണ്ട്. ക്രാഫ്റ്റ് കൊള്ളാം. ഫുള്ളായിരുന്നെന്ന് തോന്നണം. ഇപ്പോൾ തിരക്ക് കണ്ടാൽ മനസ്സിലാവും, 4 സ്ക്രീനും ഫുള്ളായിരുന്നാണ് തോന്നണം. ഇപ്പോഴും ബുക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ ഫുള്ളാണ് എല്ലാം. ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വന്നതാണ്. ഡയറക്റ്റ് ടിക്കറ്റ് ഇല്ലെന്ന് തോന്നുന്നില്ല. കൗണ്ടറിൽ ആരും കിട്ടുന്നില്ല ടിക്കറ്റ്, എല്ലാം ഓൺലൈൻ തന്നെ ഫില്ലാണ്. പിന്നെ കൗണ്ടറിൽ കിട്ടണ അതിൻ്റെ ക്വസ്റ്റ്യനേ വരുന്നില്ല. പിന്നെ ഓക്കെ, താങ്ക് യു.